ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു പുതിയ ദിനം കൂടി കാണുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല കൃപകളെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിനം കടന്നു വരുന്തോറും കർത്താവിൻ്റെ വരവും ഏറ്റവും അടുത്തിരിക്കുന്നു. സംഭവങ്ങൾ ഓരോന്നും നമ്മെ വിളിച്ചറിയിക്കുന്നത് അതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഒരുങ്ങി കാത്തിരിക്കുന്നവരായി, കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്നവരായി തീരണം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 146 അധ്യായം അതിൻ്റെ 3 വാക്യം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മുടെ ആശ്രയം എവിടെയാണ്? ഹല്ലേലൂയ. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമെന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ധനവാനായ യുവപ്രമാണിയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ദൈവരാജ്യത്തിന് അവകാശികളാകണമെന്ന് എല്ലാവർക്കും പ്രിയ ദൈവമക്കളെ ആഗ്രഹമാണെന്ന്. പക്ഷെ ചിലത് വിടുവാൻ ഹല്ലേലൂയ പ്രയാസമാണ്. ചിലത് നാം വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ, അതായത് ദൈവത്തെക്കാൾ കൂടുതൽ നാം എന്ത് ആശ്രയിക്കുന്നുവോ അതൊക്കെ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. ഹല്ലേലൂയ. നമ്മെ സഹായിപ്പാൻ, നമ്മോട് കൂടെ നിൽക്കുന്ന, ഏതു സമയത്തും ആശ്രയമായിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഇവിടെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഓടി വന്ന യേശുവിനോട്, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പലപ്പോഴും നമ്മളിലും ഈ ചോദ്യം കടന്നു വന്നിരിക്കാം. നാം പലവിധമായ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ഈ മനുഷ്യനും ചെറുപ്പം മുതലെല്ലാം പ്രമാണിച്ചു വരുന്നവനാ. ഒരു കാര്യം യേശു അവനോട് പറഞ്ഞു, ഓരോ കുറവ് നിനക്കുണ്ട്. പ്രിയരെ, നമ്മളിലുമുള്ള കുറവ്, ഹല്ലേലൂയ, അതായത് നാം ചെയ്യേണ്ടത്, നാം ഹല്ലേലൂയ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ കുറവ്. ഇവിടെ ഈ മനുഷ്യനോട് പറയുക, നീ പോയി നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. ഹല്ലേലൂയ. നിന്റെ കുറവ് ഇതാണ്, നിനക്കുള്ളത് ഹല്ലേലൂയ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. ഹല്ലേലൂയ. ആ കുറവ് പരിഹരിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ ആ നിത്യജീവൻ പ്രാപിപ്പാൻ നിനക്ക് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നാണ് യേശു അവനോട് പറഞ്ഞത്. ഹല്ലേലൂയ. അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നത് കൊണ്ട് അവൻ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവരെല്ലാം സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ പരിഹരിക്കുവാൻ, നമുക്ക് രോഗസൗഖ്യം കിട്ടുവാൻ, നമ്മൾ വിടുതൽ പ്രാപിക്കുവാനാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഈ വ്യക്തി എന്താണ്, വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഹല്ലേലൂയ അവനത് ചെയ്യുവാൻ കഴിയാനിട്ട് അവൻ വിഷാദത്തോടെ അവൻ ഹല്ലേലൂയ പോയി കളഞ്ഞതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, നമ്മളും ഒരു കുറവ്, ആ കുറവ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. അതായത് സമ്പത്തിലാണോ കൂടുതൽ ആശ്രയിക്കുന്നതെങ്കിൽ നിന്റെ കാര്യം നോക്കൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ഹല്ലേലൂയ. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും സമ്പത്തിലാണോ കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ നിങ്ങൾക്കും ഈ അനുഭവം തന്നെയാണ് ഉണ്ടാവുന്നത്. അതിവിടെ പറഞ്ഞല്ലോ, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് ഹല്ലേലൂയ കൊടുക്കുക. പ്രിയരെ, നമ്മൾക്ക് സമ്പത്താണോ ഹല്ലേലൂയ കൂടുതലായിട്ട് നീ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അതിനെ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഹല്ലേലൂയ വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന അനേക ജീവിതങ്ങൾ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ ഹല്ലേലൂയ, അതായത് വളരെയധികം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജപ്തിയുടെ ഭീഷണിയിലൊക്കെ ആയിരിക്കുന്ന ജീവിതങ്ങൾ, ഒരു ഹല്ലേലൂയ അതായത് കിടപ്പാടുമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കുവാൻ ബുദ്ധിമുട്ടുന്ന ജീവിതങ്ങൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഹല്ലേലൂയ ആഗ്രഹമുണ്ടായിട്ടും പഠിക്കുവാൻ, അതായത് ഫീസ് അടയ്ക്കുവാൻ ബുദ്ധിമുട്ടുന്ന ജീവിതങ്ങൾ അനേകരുള്ളപ്പോൾ അവരെ ഒന്ന് സഹായിക്കുവാൻ നിങ്ങളുടെ കരങ്ങളൊന്ന് ഹല്ലേലൂയ ഒന്ന് ഉയർത്തിയാൽ മതി. പ്രിയ മക്കളെ, അവർക്ക് വേണ്ടി ഒന്ന് അവരുടെ മുന്നിലൊന്ന് ഹല്ലേലൂയ ആ കരമൊന്ന് നീട്ടിയാൽ മതി. അവർക്ക് ആശ്രയമായിരിക്കും. ഹല്ലേലൂയ. നോക്കൂ, ധനവാൻ
ദൈവരാജ്യത്തിൽ കടക്കുവാൻ വളരെ പ്രയാസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞ നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-22 പറയുന്നു, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവിൻ, അവന് എന്തു വിലമതിക്കാനുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം കർത്താവിൽ മാത്രമായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താവിനെ, നാം സമ്പത്തിനെയൊക്കെ ആശ്രയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തിൽ കടക്കുവാൻ പ്രയാസമാണ്. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നാം ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. 125 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം കുലുങ്ങാതെ നിൽക്കുന്നത് നമ്മുടെ ആശ്രയം യഹോവയിൽ ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയം വെക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ഹല്ലേലൂയ. ദൈവവചനം പ്രമാണിച്ച് അവയിൽ ആശ്രയിക്കുന്നവരെ നിന്ദിക്കുന്നവരുടെ മുന്നിൽ മാനിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പലപ്പോഴും പലരും നമ്മെ നിന്ദിക്കുന്ന അവസ്ഥ, ഹല്ലേലൂയ, നമ്മളെ ഹല്ലേലൂയ മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ, പ്രിയ മക്കളെ, യേശുപ്പൻ നമ്മോട് കൂടെ ഉണ്ടോ? നാം കർത്താപ്പച്ചനാണോ മുൻതൂക്കം കൊടുക്കുന്നത്? ഹല്ലേലൂയ. എങ്കിൽ ദൈവം നമ്മെ മാനിക്കും. യേശുപ്പച്ചൻ നമ്മെ കരം പിടിച്ചു നയിക്കും, കുലുങ്ങാതെ നിർത്തും, ലജ്ജിപ്പിക്കാതെ നിർത്തും. ഹല്ലേലൂയ. 119 സങ്കീർത്തനം 42 വാക്യത്തിൽ, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരെ നിന്ദിക്കുവാനും ലജ്ജിപ്പിക്കുവാനും കർത്താപ്പച്ചൻ സമ്മതിക്കയില്ല. ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. നാം നമ്മുടെ കർത്താവെങ്കിലാണോ നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്? നമ്മെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. 118 സങ്കീർത്തനം 8-9 വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. നമ്മുടെ യഹോവയിൽ ആശ്രയം വെച്ചാൽ ഇവരിൽ ആശ്രയിക്കുന്നതിൽ ഉപരിയായി കർത്താവ് നമ്മെ മാനിക്കും. പ്രിയ മക്കളെ, യേശുപ്പച്ചന് നമ്മളൊന്ന് മുൻതൂക്കം കൊടുക്ക, യഹോവയിൽ നമ്മളൊന്ന് ആശ്രയം വെച്ച് ഹല്ലേലൂയ നമ്മുടെ ചുവട് വെക്ക. നമുക്ക് ഹല്ലേലൂയ മനുഷ്യരിലല്ല പ്രിയ മക്കളെ ആശ്രയം വെക്ക, നമ്മുടെ കർത്താവിലൊന്ന് ആശ്രയം വെച്ചാൽ കർത്താവ് നമ്മെ നിലനിർത്തും. യേശുപ്പൻ നമ്മളെ കാത്തുപരിപാലിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:7 പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയ മക്കളെ, ആ ഭാഗ്യാവസ്ഥയാണ് നമുക്ക് വേണ്ടുന്നത്. യഹോവയിൽ ആശ്രയം വെച്ച് ഹല്ലേലൂയ ഈ ദിനങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പലവിധമായ ഹല്ലേലൂയ ഈ ദിനങ്ങളിൽ നമ്മൾ ലോകത്തോട് കണ്ണോടിച്ചു നോക്കുമ്പോൾ, പല സംഭവങ്ങൾ നമ്മളെ കേൾപ്പിക്കുമ്പോൾ, പ്രിയ മക്കളെ, യഹോവയിൽ നമ്മുടെ ആശ്രയം വെക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ കണ്ണുകൾ ഹല്ലേലൂയ പതിയട്ടെ. കർത്താവിന്റെ ക്രൂശിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരട്ടെ. ഹല്ലേലൂയ. ആ കണ്ണുകൾ അവിടേക്കൊന്ന് നോക്ക്. ഹല്ലേലൂയ. അവിടെയാണ് വിടുതൽ കിട്ടുന്നത്. ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. സമ്പത്തിൽ ആശ്രയിക്കരുത് പ്രിയ മക്കളെ. നമ്മൾ ഹല്ലേലൂയ മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. നമ്മുടെ ആശ്രയം ഹല്ലേലൂയ യഹോവയെങ്കിലായിരിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവെങ്കിലായിരിക്കട്ടെ നമ്മുടെ കണ്ണുകൾ പതിയേണ്ടത്. ഈ ദിനങ്ങളിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും യഹോവയിൽ തന്നെ ആശ്രയമായി മുന്നേറുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗ്യാവസ്ഥകള് അനുഭവിപ്പാനിടയായിത്തീരും. ദൈവമായ കർത്താവ് ഈ വചനത്താൽ ഓരോ മക്കളെയും അനുഗ്രഹിക്കുമാറാട്ടെ. കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെ മേൽപ്പിക്കുന്നു. കർത്താവിൽ ആശ്രയം വെപ്പാൻ, കർത്താവിന് മുൻതൂക്കം കൊടുക്കുവാൻ, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ച് മുന്നേറുവാൻ ഓരോ മക്കളെ സഹായിക്കണമേ. വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, അങ്ങയിലുള്ള ആശ്രയത്തിൽ കൂടുതലായിട്ട് ഹല്ലേലൂയ ചേർത്ത് പിടിക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.